സീന് ആടാ മോനെ സീന് പറഞ്ഞ അമ്മാതിരി സീന്. ഇത് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും. ഫാമിലിക്ക് ഓക്കെ ആവുമെന്ന് തോന്നുന്നു. പക്ഷേ വേറെ ലെവല് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. അതാ ആടാ മോനെ ഫാഫ സ്കോർ ചെയ്ത് മൊത്തത്തിൽ ഫാഫയാണ് സ്കോർ ചെയ്തത്. പക്ഷെ ഹിപ്സ്റ്റർ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നു. അതാ ഹിപ്സ്റ്റർ നന്നായിട്ട് അഭിനയിച്ച്. പിന്നെ മറ്റേ രണ്ടുപേരും ഓക്കെ ആണ്. മറ്റേ രണ്ട് ക്യാരക്ടേഴ്സ്. മറ്റേ മൂന്നാമത്തെ അവനെ എനിക്ക് കുറച്ച് ചിരിക്കാൻ തോന്നി. അവൻ്റെ ആ ക്യാരക്ടർ കണ്ടുപിടിക്കുക, ആ കുറച്ച് തടി ഉള്ളവന്, അവന് നന്നായിട്ട് എനിക്ക് ചിരിക്കാൻ തോന്നി, സത്യം പറയാണല്ലോ. പിന്നെ മറ്റേ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുള്ള മറ്റേ വേറെ തന്നെ കുറച്ച് മുടി കുറച്ചവന്. അപ്പോൾ അവന് ഓക്കെ ആണ് ഏകദേശം. അതാ ഓക്കെ ആണ്. പിന്നെ അവന് എന്തോ പാപ്പ വെച്ച് റിലേറ്റബിൾ ആയിട്ട് എന്തോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കൂടുതൽ സ്പോയിലർ തരുന്നില്ല. പക്ഷെ നിങ്ങൾ വരിക, പടം കാണുക, സീന് ആടാ മോനെ ഇജാതി പടം എന്ന് പറഞ്ഞാൽ ഇജാതി പടം. രോമാഞ്ചം പോലെ അത് എഫക്റ്റ് അല്ല, നല്ല രോമാഞ്ചം കൊള്ളാം. അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഷമ്മിയല്ലേ ഹീറോ. അടിപൊളിയ പടം. എന്താണ് ഫഹദ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാത്തൊരു ഫഹദിന്റെ ഒരു ടൈപ്പ് റോളാണ്. കിടിലൻ പടം, ഒരു രക്ഷയില്ല. ഔട്ട് മാസ് പടം. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതിന്റെ 10 ഇരട്ടി കാണും പടം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച്. നമ്മൾ തമിഴ് തെലുങ്ക് മാസ് പടങ്ങൾ കണ്ട നമ്മുടെ മലയാളി ഓഡിയൻസിന് ഒരു ട്രീറ്റ് ആണ് ജിത്തു മാവൻ ചെയ്ത് വെച്ചിട്ടുള്ള ഔട്ട് സാധനം. അട്ടി എന്നൊക്കെ പറഞ്ഞ ഇഞ്ചാടി എൻ്റെ മോനെ ഒരു കിൻഡിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങയുടെ അടി ഫൈറ്റ് ഒക്കെ കാരണം അത്ര ഹെവി സാധനം. മലയാളത്തിൽ ഇതുപോലൊരു സാധനം ഇനി വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അത്ര ഗംഭീരമായിട്ട് മ്യൂസിക് സുഷിൻ ഷാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈറ്റ് എല്ലാം ടോപ്പ് നോച്ച്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പക്ക മാസ് തന്നെയാണ്. മാസ് അടിക്ക് എല്ലാം ഉണ്ട്. ഇത് പാക്ഡ് പടം. ഇമോഷൻ കണക്ട് വരുന്നുണ്ട്. വെൽ കുക്ക്ഡായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. രംഗ എന്നുള്ള ക്യാരക്ടർ സ്കെച്ച് ഫഹദ് ഫാസിൽ മിന്നിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, പക്ക പടം. നല്ല സിനിമ. ഫസ്റ്റ് ഹാഫ് സീനാണ്. ഓവറോൾ സൂപ്പർ സിനിമ. ഒരു ഫൺ വാച്ചായിരുന്നു. ഫുട്ബോൾ സൂപ്പർ ആയിരുന്നു. എല്ലാരും കൊള്ളാം. ഭയങ്കര സീൻ പടമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഫഹദ് ഫാസിലേക്ക് വേറൊരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സുശീൽ ശ്യാമിന്റെ ആണെങ്കിൽ ബിജിമോ ഒരു രക്ഷയില്ല. നമ്മളെന്താ രോമാഞ്ചത്തിന്റെ ഡയറക്ടറാണ് ഇതിൽ. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം കൊള്ളാം. അത്ര അടിപൊളിയായിരുന്നു. വേറെ ലെവൽ പടമാണ്. ലൈക്ക് എല്ലാവരും കാണുന്നു. അത്ര അടിപൊളി പടമാണ്. അത് ഫഹദ് ഫാസിൽ പറയുന്ന സീൻ എല്ലാം എടാ മോനെ ആ സമയമാണ്. എല്ലാരും കാണണം. ഭയങ്കര അടിപൊളി, വേറെ ലെവലാണ്. എല്ലാരും കാണും. ഓക്കെ, ഒരു വിളയാട്ടം തന്നെയാണ് ഇത് പറയാനുള്ളത്. അപ്പൊ കയറി എടാ പോലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മൾ രോമാഞ്ച് മുഴുവനായി പോവും. അവർ ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു ഇത് ആവേശത്തിൽ ഫുൾ രോമാഞ്ചം തന്നെ. ഇത് രോമാഞ്ചം തന്നെയാണ്. നിങ്ങൾ മച്ചായി പോയി കാണുക. എൻ്റെ സുശീൽ ശ്യാമ, സമീർ തായർ, ജിത്തു മാധവൻ, ഒന്നും പറയല്ല, വിഷയമില്ല. സീനാണ് പീക്ക് പടമാണ് ഫാബാസിന്റെ. പൊളി പടം എല്ലാവരും. ഫസ്റ്റ് ഹാഫ് പൊരിഞ്ഞ അടിയാണ്. തല്ലുമലയൊക്കെ തോറ്റു അമ്മാതിരി അടി. വൻ നൈസ് പടമാണ്, എല്ലാവരും കാണും. പൊളി തീപടം. ഫസ്റ്റ് ഹാഫ് ഒക്കെ പൊളിയായിരുന്നു. ഫഹദ് ഒന്നും പറയില്ല, വൻ ലുക്കും വൻ സീൻ. ഫഹദ് ഫാസിൽ ഓൾവേസ് റോക്കിംഗ് ഓൺ ദ സ്ക്രീൻ. ഹൈ എനർജി ആണ് ആൻഡ് എന്റർടൈൻമെന്റ് ഫുൾ ആണ്. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും സിനിമയെക്കുറിച്ചുള്ള. നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് കറക്റ്റ് ആ മീറ്റർ പിടിക്കണം, അതിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ അനാവശ്യമായ ഇമോഷണലി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മൈൻഡ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ആ ഒരു നമ്മളിപ്പം പൊതുവെ പറയാം വൈബ്, വെടിച്ചില്ല്, പൊളി, ഇങ്ങനത്തെ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ അങ്ങനെയാണ്. അതായത് നമുക്കൊരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് ഹോളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്കിപ്പോഴും നമ്മുടെ ആ ഒരു വൈബ്സൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഒരു വെടിച്ചില്ല, ഇങ്ങനെ ഫാസ്റ്റ് പേസ്ഡ് അങ്ങ് പോയി നമ്മൾ ഒരു അഡ്രിനാലിൻ റഷാണ് ഈ ഒരു സിനിമ ഒരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയും അതേപോലെ പോകും. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചൊരു സ്ലോ പേസ്ഡ് പോകും. പക്ഷെ നമുക്ക് തന്നെ ഒരു ആശങ്കയുണ്ട്, കഥ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. കാരണം സെക്കൻഡ് ഹാഫിൽ ഒരു ടേൺ കാണിച്ചിരുന്നു, പക്ഷെ അങ്ങോട്ട് പിന്നെ കറക്റ്റ് കൊണ്ടുപോകാതെ ഒന്ന് സ്ലോ പേസ്ഡ് ആക്കി വന്ന് പിന്നെ വീണ്ടും ആ ഒരു അഡ്രിനാലിൻ റഷ് സംഭവം പിടിച്ച് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്.